ത്രിയേക ദൈവത്തിനെ സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ നോയമ്പിന് ശേഷം, കഷ്ടാനുവാഴ്ചയിൽ പങ്കുചേർന്നതിന് ശേഷം, ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ ആ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു വലിയ കാര്യമുണ്ട്. നാം യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആണോ നാം നീങ്ങുന്നത് എന്നാണ് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത്. അതിനായി നമ്മളിൽ പരിശുദ്ധാത്മ നിറവ് ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അപ്പോസ്തോലിക സമൂഹം കാത്തിരുന്നതും ഇന്നത്തെ സഭ കാത്തിരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ലഭിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടിയായിരുന്നു അന്ന് അപ്പോസ്തോലന്മാർ കാത്തിരുന്നത്. ഇന്നാകട്ടെ ലഭിച്ചിട്ടുള്ള ആത്മാവിൻ്റെ നിറവിനായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ഇക്കാര്യം പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. എഫേസ്യർ 1:14 ഇപ്രകാരം പറയുന്നു: തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനാൽ നിറഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ചൈതന്യം കൊണ്ടും നയിച്ച് നിയന്ത്രിക്കപ്പെടുന്ന അനുഭവമാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ആത്മാവിനാൽ നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നാം അത് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ടും ചൈതന്യം കൊണ്ടും നയിച്ച് നിയന്ത്രിക്കപ്പെടുന്ന അനുഭവമാണ് അത് നമ്മെ സൂചിപ്പിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 19 പറയുന്നത് ആത്മാവിൽ നിറഞ്ഞു വരുവീൻ എന്നാണ്. അതായത് ആത്മാവിൽ നിറഞ്ഞു വരുവീൻ. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നതിനായി ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, വീഞ്ഞുകൊണ്ട് നിറയുന്നതും, അതായത് ആൽക്കഹോളിക് സ്പിരിറ്റ്. രണ്ടാമത്തത് പരിശുദ്ധാത്മാവ് കൊണ്ട്, അതായത് ഹോളി സ്പിരിറ്റ് നിറയുന്നതുമാണ്. വീഞ്ഞുകൊണ്ട് നിറഞ്ഞ മനുഷ്യൻ അതിൻ്റെ ശക്തിക്ക് വിധേയനാകുന്നു. അയാളുടെ നടപ്പും പെരുമാറ്റവും സംഭാഷണവും എല്ലാം വീഞ്ഞിൻ്റെ ശക്തിക്ക് വിധേയമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ സ്വാഭാവിക നടപ്പിനെയും പെരുമാറ്റത്തെയും അതിജീവിക്കുന്ന ആത്മ നിയന്ത്രണത്തിലായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആത്മാവിൽ നിറഞ്ഞു വരിക എന്ന് പറഞ്ഞിട്ടുള്ളത് സഭയിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചുമാണ്. വൈദികനെന്നോ അവൈദികനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഇപ്രകാരം നിറഞ്ഞു വരുന്ന അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് ഉദ്ഗമിക്കുന്ന നീരുറവയായിത്തീരും, ഒരു നാളും ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ്. ഇനിയും നമുക്ക് പരിശുദ്ധാത്മ നിറവ് ഇന്ന് എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് ഒന്ന് നമുക്ക് നോക്കാം. അതായത് പരിശുദ്ധാത്മ നിറവ് ഇന്ന് എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നാം ഇന്നും ജഡീകരായി തീർന്നിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ അതിൻ്റെ പോയിന്റ്. നാം ഇന്നും ജഡീകരായി തുടരുന്നു. നാം ആത്മീയരായി ഉണർന്നിട്ടില്ല. സഭയിലും സമൂഹത്തിലും ഭിന്നതയും പിണക്കവും നിലനിൽക്കുന്നുവെങ്കിൽ നാം ജഡീകരായി പരിശുദ്ധാത്മ നിറവില്ലാതെ ജീവിക്കുന്നു എന്നർത്ഥം. ഈ അവസ്ഥയെ അതിജീവിക്കുവാൻ ആത്മാവിന് ആത്മീയ നിറവ് ആവശ്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് പാപബോധമില്ല. സ്വയ നീതീകരണത്തിലും ആത്മപ്രശംസയിലും നാം കഴിയുന്നു. മ്ലേച്ഛമായ പലതിലും മാന്യതയുടെ മൂടുപടമാണ് നാം താലോലിക്കുന്നത്.
മദ്യപാനം അതിനൊരു ഉദാഹരണമാണ്. മദ്യപാനം ഒരു പാപമായി കാണാതെ മാന്യതയുടെ മാനദണ്ഡമായി, സ്റ്റാറ്റസ് സിംബലായി വീക്ഷിക്കുന്ന സംസ്കാരമാണ് ഇന്നുള്ളത്. അവിഹിത വേഴ്ചകളും സ്വവർഗ രീതികളും എല്ലാം ന്യായീകരിക്കപ്പെടുന്ന ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. വെറുക്കപ്പെടേണ്ടതായ പലതും ഇന്ന് അംഗീകരിക്കപ്പെടുകയാണ്. ഈ ദുരവസ്ഥയ്ക്കുള്ള പരിഹാരം എന്നത് പാപബോധം ഉളവാക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുക മാത്രമാണ് അതിനൊരു പരിഹാരം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് 3-ാമത്തെ പോയിന്റിൽ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വിരസവും ശുഷ്കവുമായി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വിരസവും ശുഷ്കവുമായി തീർന്നിരിക്കുന്നു. ഒരു ചടങ്ങ് പോലെ നടക്കുന്നു. ആത്മീയാനുഭവം അതിൽ നിന്നും ലഭിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത്, സത്യത്തിലും ആത്മാവിലും നാം ആരാധിക്കണം. അങ്ങനെയുള്ള ആരാധകരെ ആണ് ദൈവം അന്വേഷിക്കുന്നതെന്ന്. എന്തെന്നാൽ നാം അങ്ങനെ ആണോ എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. ഇതിനുള്ള പരിഹാരം പരിശുദ്ധാത്മ നിറവ് അല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരം ആത്മാവ് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരാജയബോധവും നിരാശയും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പല വിധത്തിലുള്ള വെല്ലുവിളികളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം അതിൽ പരാജയപ്പെടുന്നു. നിരാശയിലും ആത്മീയ പിന്മാറ്റത്തിലും നാം എത്തിച്ചേരുന്നു. ജയകരമായ ജീവിതം എത്ര തന്നെ ശ്രമിച്ചിട്ടും സാധ്യമാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ജഡീയ മോഹങ്ങളും ലോക താല്പര്യങ്ങളും നമ്മളെ പരാജയപ്പെടുത്തുന്നു എന്ന് നാം പരിവേദനം ചെയ്തു പോവുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ മുറവിളി നമ്മുടെ നാവിൽ നിന്നും ഉയരണം. റോമർ 7:21 നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നും കരകയറണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം എപ്പോഴും സന്തോഷമുള്ളവരായി തന്നെ ഇരിക്കണം. അങ്ങനെ സന്തോഷമുള്ളവരായി ഇരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ദിവസം മുതൽ സ്വർഗാരോഹണവും പിന്നെ പെന്തക്കോസ്തി വരെയുള്ള ഈ 50 ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ തിരുത്തി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മളുടെ ഇന്നേ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതായ പാപങ്ങളെയൊക്കെയും ഇല്ലാതെയാക്കി അത് ആവർത്തിക്കാതെ നമ്മളൊരു പുതിയ മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മ നിറവ് നമ്മൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.